ഇവിടെ അനാവശ്യമായ ഒരു സമ്പാദിക്കാം പിന്നെ എനിക്കൊന്നും പരാതി ഞാന് നജില വീട്ടിലാണ്. നജില പറയാണ് അവളെ വയറ്റി കിടന്ന കൊച്ച് പറയാൻ എന്റെ അല്ലെന്നാ അന്ന് പറഞ്ഞില്ലേ റെഡി മൊത്തം ഓടി ഇടുക അങ്ങനെയല്ല. ഞാൻ കുടിച്ച കരിക്കോന്നില്ലേ ഇവിടെ പറയുന്ന വെച്ചാൽ ഞാൻ ഇവിടെ വയറ്റി കിടന്ന കൊച്ച് എന്റെ അല്ലാണോ അല്ല അപ്പൊ ആര് കളിക്കും അപ്പൊ ആര് അവള് പറയണ്ട അവളെ കൊച്ചിന്റെ ആര് കഴിക്കും ഞാനാ എവിടെ കഥ പഠിച്ചത്? അതായത് ഇവക്ക് ഇങ്ങനെ ബാക്കിയുള്ള കേസ് ഒരു 10 ലിറ്റർ ഞാൻ ലൈറ്റ് ഇവിടെ വൈകിട്ട് കൊച്ചു എന്റെ അല്ല എല്ലാം ചേട്ടല്ലേ അത് മതി അത് ഓക്കെ അത് മതി ഇനി ഞാൻ വൈകി വരില്ല. ഇവിടെ വൈകിട്ട് കിടന്ന എന്റെ കൊച്ചല്ലെന്നാണ് പറയുന്നത് അല്ലല്ലേ? അപ്പൊ നീ ആർക്കുണ്ടാക്കിയ ഒന്ന് പറയാം ഒന്ന് പറഞ്ഞു അല്ല ശരി ആയിക്കോട്ടെ നിന്റെ വൈകിട്ട് നാരി അപ്പൊ എന്റെ കൂടെ നിന്റെ വൈകിട്ട് നാരി അത് പറഞ്ഞാൽ മതി എന്റെ ഉമ്മാനെ കൂടെ ഇത് കണ്ടല്ലേ ഇതാണ് സംഭവം. ഇവിടെ പറയുന്ന വെച്ചാൽ എന്റെ കൂടെ കിടന്നിട്ട് എന്റെ കൊച്ചാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി ഇപ്പൊ എന്റെ കൊച്ചല്ല എന്നാണ് ഇവിടെ പറയുന്നത്. അല്ല അപ്പൊ എന്റെ കൊച്ചല്ല കേട്ടല്ലേ എല്ലാവരും കണ്ടല്ലേ അത് മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ യൂട്യൂബിൽ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് നെജിലാൻ്റെ ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് കമൻസിലൊന്നും ഉണ്ടാകുന്ന ആളല്ല ഞാൻ, എന്നാലും ഇനി അത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെയും ഈ ഒരു ഇത് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഷാൻ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണതിൻ്റെ ആ ഒരു വീഡിയോ ആണ്. അത് ബീൻ ഫാമിലി ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാൻ്റെ ചാനലിൽ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് ഷാൻ ഡിലീറ്റ് ആക്കി. പിന്നെ ബീൻ അത് ബീൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ്, എത്ര കള്ളുകുടിയനാണെങ്കിലും എത്ര പ്രശ്നക്കാരനാണെങ്കിലും ഷാൻ വന്നിട്ട് പറയുന്ന സമയത്ത് നെജില പറയുന്ന ആ ഒരു വാക്ക് ശ്രദ്ധിച്ചു. നിൻ്റെ കുട്ടിയല്ല, ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണ് പറയുന്ന ഒരു വാക്കുകളാണ് നിൻ്റെ കുട്ടിയല്ല നിൻ്റെ കുട്ടിയല്ല. എത്ര എങ്ങനത്തെ അവനാണെങ്കിലും ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരിക്കലും പറയരുത്. അതുമല്ല, സോഷ്യൽ മീഡിയൻ്റെ മുമ്പിലാണ് അവൻ ഫോണും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അവനതെടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇവള് കടന്നിട്ട് നിൻ്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ അല്ലാറി അത് പറയുക. അപ്പോൾ ആ ഒരു ഇതും തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇവളെ എങ്ങനത്തുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അത് തന്നെ മനസ്സിലിപ്പോൾ ഒരാളെ ആരും തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടായല്ലോ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം സംഭവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അവൻ്റെ മുഖത്ത് നോക്കി അവൻ ബോധമില്ലാത്തൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അത് പറയേണ്ടവർ ഒരിക്കലും അങ്ങനെ പറയരുത്. അങ്ങനെ ഇവൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കൂടി അത് അവൻ ഫോൺ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവൾക്ക് അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. എന്നിട്ടും ഇവള് നിൻ്റെ കുട്ടിയല്ല പിന്നെ ആരുടെ കുട്ടിയെന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് നിൻ്റെ ഉപ്പുപ്പാൻ്റെ കുട്ടി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണോ പറയുന്നത്? നമ്മുടെ ദേഷ്യം വരും, ശരിയാണ്, പലതും പറയും. എങ്കിലും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഒരിക്കലും ഒരാളുടെ മുമ്പിലും ഉപയോഗിക്കരുത്. നമ്മൾ സാധാരണ രീതിയിൽ പറയണത് പോലെയല്ല. ഇത് അവൻ ഫോണും പിടിച്ചിട്ടാണ് പറയണത്. അത് അവൻ വീഡിയോ എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇവൾക്ക് ഇങ്ങനെ പറയാൻ കൊള്ളാവും. പിന്നെ ഇവള് നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് മോങ്ങിയിട്ട് വല്ല കാര്യമുണ്ട്? എന്തായാലും നെജില പറയണ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ജീവിക്കത്തില്ല, എന്നെ കൊണ്ട് പറ്റൂലേ. ഒരു ദിവസം കാറിൽ പോണ ടൈമിന് ഇവരെ കൂട്ടുകാരൻ ചോദിച്ച്, മോളെ വീട് എവിടെയെന്ന് ചോദിച്ച്. തീർന്നു. കൂടി തന്നെ എന്നെ കൊണ്ട് പറ്റൂലേ എന്നെ കൊണ്ട് പറ്റൂല സൈക്കോയാണ്, എന്നെ കൊണ്ട് പറ്റൂല. ആ വട്ടക്കൈത വീടൊക്കെ ജനലൊക്കെ അടിച്ചത് ആ കിളവൻ പറയും തറയൊക്കെ കോടാലിക്കാണ് വെട്ടിപ്പൊട്ടിക്കണേന്ന്. വിറപ്പിച്ചില്ല. അത് ഉള്ളിലോട്ടാണ് വീട്, ആരും അറിയൂല. ഇവനെ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ അതുപോലെ അല്ല പിന്നോട്ടുകാർ ആദ്യം 1, 2, 3, 4 തവണയൊക്കെ നോക്കും എങ്ങനെ ഉണ്ട് ഇവനെന്ന്. പിന്നെ വാരി പറഞ്ഞിട്ടങ്ങ് കുടഞ്ഞു കൊടുക്കും. പ്രശ്നം പറഞ്ഞ് തീർക്കാനെന്ന് പറയും. ഒരുപാട് പ്രശ്നം പറഞ്ഞ് തീർത്തതാണ്.
പറഞ്ഞു വരുന്നത് ഇവർ കാറിൽ പോകുന്ന സമയത്ത് ഇവൻ്റെ കൂട്ടുകാരൻ എന്തോ മോളെ വീട് എവിടെ പോകുന്നു ചോദിച്ചു. അപ്പോൾ ഇവനക്ക് ഇവളോട് സംശയമുണ്ട് എന്നാണ് പറയുന്നത്. സംശയം സ്വാഭാവികമാണ്. എന്താ ചോദിച്ചാൽ അത് 4ാമത്തെ കല്യാണമാണ്, നാലാമത്തതാണ് ഇവൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവനക്ക് സംശയം വരും. സംശയിക്കുന്നതിൽ അവനെ തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ പറയുന്നത് സൈക്കോ ആണ്. അപ്പോൾ ഇതെല്ലാം കല്യാണത്തിന് മുമ്പ് ഈ പുള്ളിക്കാരിക്ക് അറിയായിരുന്നു. ഇവനൊരു മദ്യപാനിയാണ്, ഇവൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ജുമൈലിനെ തല്ലിയിട്ടുണ്ട്, അതെല്ലാം ഇവൾക്ക് അറിയായിരുന്നു. ഇപ്പോൾ അവൾ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ഭീകരാവസ്ഥയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയാം, പക്ഷെ ഇത്രയും ഇതാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവൻ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇവളുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവൻ എന്താ പറയുക, ഒരുപാട് സ്വപ്ന വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തു. ആ വാഗ്ദാനങ്ങളിലാണ് നെജില സത്യത്തിൽ വീടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെജിലയുടെ കരച്ചിൽ കാണുമ്പോൾ സങ്കടവും വരും കേട്ടോ. ഒരു പെണ്ണല്ലേ, നമ്മളും പെണ്ണുങ്ങളാണല്ലോ, അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്കും ഒരു ഇത് വരും. പക്ഷേ ഇവള് പഠിച്ച കള്ളി തന്നെയാണ്. അവളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവൾ പലരെയും പലതും പറഞ്ഞ് അവൾ വശത്താക്കും. എപ്പോഴും പൈസ വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. ഇപ്പോൾ പ്രസവത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ പല കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ലൈവിൽ പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട്, ആളുകളുടെ അടുത്തും പൈസ വാങ്ങിക്കുന്നുണ്ട്. ആളുകൾ പൊട്ടന്മാരാവുകയാണ്. ആളുകൾ ഒരു കോലിൻ്റെ മേലെ ഒരു തുണി ചുറ്റിക്കഴിഞ്ഞാൽ ഈ ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാവരും അല്ലാണ്ട് ഞാൻ പറയുന്നത്, ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. കോലിന് മേലെ ഒരു സാരി ചുറ്റിക്കഴിഞ്ഞാൽ അവർ ആണ് ഇതെന്ന് പറയണ പോലെയാണ്. അവർക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. എത്ര കൊണ്ടാലും പഠിക്കാത്ത ആളുകളാണല്ലോ നിങ്ങളെന്നാണ് ഞാൻ ഇതാക്കുന്നത്. ഇത്രയും അധികം പ്രശ്നങ്ങൾ ഈ പുള്ളിക്കാരി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും അവൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും പൈസ ഇങ്ങനെ വാരിക്കോരി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാ പറഞ്ഞിട്ട് ലൈവിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. സത്യത്തിൽ അതിശയം തോന്നുന്നുണ്ട്. അവൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ കുറേ സ്വർണ്ണങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ? അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ചിന്തിച്ചാൽ പോരെ. ഈ ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക്, ഇപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തിനിങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്നത് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു മനുഷ്യർ തന്നെയാണ്. മുതലക്കണ്ണീര് കണ്ടാലും ശരിക്കും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട കൈകളിലല്ല പൈസകൾ എത്തുന്നത്. ഇവൾക്കൊക്കെ ഇവള് ദൂർത്തടിച്ച് തീർക്കുകയാണ് പണം. ഇവനക്ക് കള്ളു കുടിക്കാൻ വേണ്ടി ഇവള് പൈസ, ആ മക്കൾക്ക് അവകാശപ്പെട്ട പൈസയാണ് ഇവന് കള്ളു കുടിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഷാൻ വന്നാൽ സ്വീകരിക്കുകയില്ല, ഇനി സ്വീകരിക്കില്ല. കാരണം നാറ്റാവുന്ന അത്രയും നാറ്റ്. ഞാൻ പോണ തീരെ വയ്യ. ബൈക്കിലാണ് ഇന്നലെ വന്ന കുടിച്ച് അങ്ങനെ പറഞ്ഞ എന്തൊരു കേസ് കൊടുക്കട്ടെ. ഷാൻ വന്നാൽ സ്വീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പം സ്വീകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇവള് തന്നെ മറ്റൊരു ലൈവിലും പറയുന്നുണ്ട്, ഇനി നല്ലതായിട്ട് വന്നാൽ ഇപ്പോൾ ഒന്ന് രണ്ട് ലൈവ് ഇവൻ കള്ളൊന്നും കുടിക്കാതെ നോർമലായിട്ട് കുളിച്ചു കുട്ടപ്പനായി നോർമലായിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ അടുത്ത് ആരൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ഇവളും കാണുമല്ലോ, ആ വീഡിയോകൾ കാണുമല്ലോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഷാൻ നല്ലവനായിട്ട് വന്നാൽ, കുടിയെല്ലാം നിർത്തി നല്ലവനായിട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കും, ഞാൻ ഇനി നല്ല ഒരു ഇതും പാടില്ല. ഇപ്പോൾ ഇവള് തന്നെ പറയുന്നുണ്ട് ഇവനൊരിക്കലും നന്നാവില്ല, ഇത് എൻ്റെ വയറ്റിൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഇവൻ്റെ കുഞ്ഞല്ല എന്ന് ഇവള് തന്നെ പറയുന്നു. എന്നിട്ട് പിന്നെയും മാറ്റി പറഞ്ഞു. ഇപ്പോൾ ഇവളുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, മാറ്റി പറയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ അതാണ് ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. അല്ലാതെ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ പല തോണികളിൽ കാലിട്ടിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം പെണ്ണുങ്ങൾ. വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. ഇത് വേണോയിനും വേണ്ടതിനും രണ്ടിതിലും കൂടിയിട്ടാണ് പുള്ളിക്കാർ നിൽക്കുന്നത്. അങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഇപ്പോൾ പറയുന്നത്, ഷാൻ വന്നാൽ ഞാൻ സ്വീകരിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ വേറൊരു ലൈവിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എല്ലാം നിർത്തി, എല്ലാം ഇതായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ പല തവണയും നിൻ്റെ അടുത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നിൻ്റെ പൈസ തന്നെ എടുത്തിട്ട് പോയി എന്നല്ല എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായില്ലേ, പിന്നെയും ഈ വയ്യാവലി എടുത്ത് തലി വെക്കണം. അതുമല്ല, ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്, ആ മസ്റൂറ ഫാത്തിമ ഇവളുടെ മോള്
മോളുണ്ടല്ലോ, ഒരു കുഞ്ഞു മോളുണ്ടല്ലോ, ആ മോൾക്ക് അവൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചെവി വേദനയായിരുന്നു. ആ ചെവിയിൽ ഇവൻ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ആ ചെവിയിൽ ഇവൻ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനൊന്നും മനുഷ്യനല്ല, ഇവൻ ശരിക്കും മൃഗമാണ്. ഈ മൃഗം ഇനിയും കുടി നിർത്തി വന്നു പറഞ്ഞ് നീ സ്വീകരിക്കുന്നതാണ് പറയുന്നത്. എന്താണ് വെള്ളമടിയൊന്നും ഇല്ലാതെ എല്ലാം നിർത്തി മാപ്പ് ചോദിച്ചു വന്നു പറഞ്ഞാൽ സ്വീകരിക്കുന്നതാണ് നീ പറയുന്നത്. ഇപ്പം പറയും ഷാനാണ് വാപ്പാന്ന്, പിന്നെ പറയും ഷാനല്ല വാപ്പാന്ന്. നീ ഏതെങ്കിലും ഒരു ഇതിൽ ഉറച്ചു നിൽക്കുക എൻ്റെ നെജില, ഏതെങ്കിലും ഒരു ഇതിൽ ഉറച്ചു നിൽക്കുക. ഇല്ലെങ്കിൽ നീ ഇതൊന്നും പബ്ലിക്കിൽ വന്നിട്ട് പറയാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും നമുക്ക് അവൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. പോവുകയാണ് ഞാനും മോളും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നിരന്തരം പ്രശ്നമാണ്. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ അറിയിച്ചില്ല, അന്ന് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ. പിന്നെ ഞാൻ വിചാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇന്നലെ നല്ല പ്രശ്നങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണേ, ഈ കുഞ്ഞിൻ്റെ പേരിൽ അവകാശം പറഞ്ഞ് ഇനി വരണ്ട. കാരണം ഒരു ഗർഭകാലഘട്ടത്ത് ഒരു പുരുഷൻ ചെയ്യുന്ന കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഈ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊരു വാപ്പ അവകാശം പറഞ്ഞ് കുടിച്ച് ലഹാനുമില്ലാതെ ഇവിടെ വന്ന് കയറണ്ട. ഈ കുഞ്ഞിൻ്റെ വാപ്പ നിങ്ങളും അല്ല. അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ പറയണം, എനിക്ക് നിങ്ങളോട്ട് വേണ്ടേന്താണ്. കാരണം എന്ന് വെച്ചാൽ 3 മക്കൾക്ക് ഉപ്പയില്ല, അതുകൊണ്ട് ഇതിനും വേണ്ട. കാരണം എല്ലാം പറഞ്ഞ് സമ്മതിച്ച് സ്നേഹിച്ചപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ രീതിയിലും ജീവിക്കാനുള്ളതെല്ലാം ഞാൻ എടുത്തു തന്നു. സഹിയായിട്ടിട്ട് പറയണം, ഈ കുഞ്ഞിന് വാപ്പയില്ല, അതിനായിട്ട് അവകാശം പറഞ്ഞ് വരെയും വേണ്ട. ഇനി ആളുകളെ കൊണ്ട് കോമാളിയാവാൻ ഞാനില്ല. കുറേ ആയി ഇങ്ങനെയുണ്ടാ കുടിയൻ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുടി ആർക്കുമില്ല. എന്നാൽ നീ കുടിച്ചിട്ട് ചീത്ത വിളിക്കാതിരി, പതുക്കെ സംസാരിക്കും. ഇത് കൂട്ടി പിടിച്ചുള്ള ചീത്ത എല്ലാവരെയും ചേർത്ത്. ആരും കേൾക്കത്തൊന്നുമില്ല. ഇത് റിസൾട്ട് മേടിക്കാൻ പോവുകയാണ്. ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് സമാധാനം തന്നില്ലെങ്കിൽ പിന്നെ ഏത് കാലഘട്ടത്തിൽ തരും സമാധാനം എനിക്ക്? ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതിനുള്ള കാരണം നിങ്ങളെ എടുത്തതിൻ്റെയാണ്. നാടും വീടും എല്ലാവരെയും ഉപേക്ഷിച്ച് നിങ്ങളെ കൂടെ ഞാൻ ഇറങ്ങി വന്നു, ഒരു സ്നേഹമുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടി. അതിൻ്റെ അപ്പുറത്തൊരു തള്ളയും സഫീന താഴത്ത് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ എങ്ങനെ എന്തായാലും ഞാൻ പ്രസവിക്കാൻ വിധി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കാണും. ഈ ഒരു അവകാശം പറഞ്ഞ് ഇനി വരണ്ട. പിന്നെ ഞാൻ തന്നതൊക്കെ എൻ്റെ ബൈക്ക് അങ്ങ് തിരികെ തരണം. കാരണം എൻ്റെ പേർക്ക് കിടക്കാൻ കാർ കൊണ്ടുവയ്ക്കും. എനിക്കൊന്നും വേണ്ട. എൻ്റെ മുമ്പിൽ നിഴലായിട്ട് പോലും വരരുത്. അത്രയേ ഉള്ളൂ. എല്ലാ ബാധ്യതകളും അങ്ങോട്ടും ഇങ്ങോട്ട് തീർക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. പോലീസ് വരാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അവിടെ സൗകര്യം ഒക്കുമ്പോൾ വരിക. ഷാൻ്റെ അടുത്താണ് പറയണം. സൗകര്യം ഒക്കുമ്പോൾ വരിക. ഞാനും അവിടെ വരാം. ഞാനും എല്ലാവരും കൂടെ വരാം. കാരണം അവിടെ വെച്ച് നമുക്ക് ഇതാക്കാം. കാരണം നാളേക്ക് കുടിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞ് ഭാര്യയും കൊച്ചും ഒക്കെ അവനേന് കുറച്ച് കടമാളുണ്ട്. എനിക്ക് കുടിക്കാൻ പൈസയുണ്ട്. ഞാൻ ഇത്രയും ദിവസം കുടിച്ചില്ല വാപ്പ, ഇന്നാണ് കുടിച്ചത്. എന്നാണ് കുടിക്കാതിരുന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ വന്നിട്ട്? എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മാറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എടുത്തത് തന്നെ പറഞ്ഞത് നിങ്ങളല്ല എൻ്റെ കുഞ്ഞിൻ്റെ തന്ത എന്ന്. അപ്പോൾ ഇനി ഇതായിട്ട് എൻ്റെ അടുത്ത് വരരുത് എങ്ങനെയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബൈക്ക് ഇവളുടെ പേരിൽ ഇവനക്ക് ബൈക്ക് എടുത്തു കൊടുത്തു, കാർ എടുത്തു കൊടുത്തു, ഉള്ള സ്വർണ്ണങ്ങളെല്ലാം ഇവനക്ക് വേണ്ടിയിട്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയൊക്കെ ചെയ്തു. ഇവള് മനസ്സിലാക്കുന്നില്ല, എനിക്കൊരു പെൺകുട്ടി വളർന്നു വരികയാണ്. ആ പെൺകുട്ടി നല്ല സുരക്ഷിതമായിട്ട് വളരണം. ആ കുട്ടിക്ക് നല്ലൊരു അന്തരീക്ഷം, വേറെയും 2 മക്കളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കണം. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവൾ ഈ പേക്കൂത്തുകളൊക്കെ ചെയ്തത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഷാജി എത്രയോ നല്ലൊരു പെണ്ണാണെന്നാണ് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവളെങ്ങനെ പോയാലും അതായിട്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവൾ വേറൊരു പുരുഷനെ അവൾ കല്യാണം കഴിക്കുകയോ വേറൊരു ഇതിലേക്ക് പോവുക അവൾ ചെയ്തില്ല. അവൾ ആ മക്കളെ ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ. അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരി മക്കൾക്ക് വേണ്ടിയിട്ടല്ല ജീവിച്ചിരിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ജീവിച്ചതാണെങ്കിൽ ഇവൾ ഈ 3 കല്യാണം കഴിച്ച് പിന്നെ 4ാമത്തെ ഈ പടുകുഴിയിൽ പോയി ചാടില്ല. ഈ 3 തവണ തെറ്റ് സംഭവിച്ച് 4ാമത്തെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ഉമ്മയും വാപ്പയും ഇതിലില്ല, സപ്പോർട്ടില്ല. അപ്പോൾ ഒരു പെണ്ണ് മനസ്സിലാക്കണ്ടേ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും പൊരുത്തത്തോടു കൂടി എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് എനിക്ക് കാലാകാലം ഇതൊരു വേദനയായിരിക്കും, തലവേദനയായിരിക്കും എന്നുള്ളത് പുള്ളിക്കാരി ചിന്തിച്ചില്ല. എന്നിട്ടും സ്നേഹത്തിൻ്റെ പേരിൽ എടുത്തു ചാടി പോവുകയാണ് ചെയ്തത്. ഇതിൽ FBയിൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ വന്നു. അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പാതിരിക്കണം. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പുന്ന സമയത്ത് ആളുകളെടുത്ത് പ്രതികരിക്കും. ഇവൾ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ആ ബീനിനെയല്ലേ എന്തെല്ലാം വാക്കുകളാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീന് കിട്ടുന്നത് ഇവളുടെ എന്താണ് കിട്ടുന്നതെന്നുള്ളത് പുള്ളിക്കാർ കാത്തിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ അവൾ ബീനിനെയും അതുപോലെ ബീനിൻ്റെ അമ്മേനെയും എന്താ പറയുക, ആ കുട്ടികളെ പോലും ഈ പുള്ളിക്കാരി വെറുതെ വിട്ടിട്ടില്ല. അപ്പോൾ അത്രത്തോളം അവരെ പറഞ്ഞതുകൊണ്ടാണ് അവൾ പിന്തുടർന്ന് ഇവളെ
നെജിലയെ പിന്തുടർന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ബീൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. എന്താ പറയുക, അവർ ശരിക്കും നമ്മൾ ഇതാക്കുക വേണ്ടത്. അവരിലൂടെയാണ് ഒരുപാട് സത്യങ്ങൾ പുറത്ത് വന്നത്. ഇവിടെ സത്യത്തിൽ എനിക്കും ഇവിടെ ഒരു സഹതാപം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ ഇവരെന്തിനെങ്ങനെ ഇവളെ ആക്രമിക്കുന്നത്, അതൊരു പാവം എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൾ ഇത്രക്കാരിയാണെന്നുള്ളത്, ഇവൻ വന്നു കഴിഞ്ഞ വേറൊരു സ്വഭാവം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്താണ് കള്ളും കുടിച്ചിട്ട് ഇവൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ പാവമായി. പിന്നെ ഭയങ്കര ഇതുപോലൊരു ആലിമ് വേറെ ഉണ്ടാവില്ല. അത് കമൻറ്റിൽ ഇവളുടെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ മീമത്തും ഇതൊന്നും അല്ല എണ്ണുന്നത്, ഞങ്ങളുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത്, അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും എവിടെ നിന്നും എടുത്ത് പറയുന്നില്ല. എന്തായാലും ബാക്കി ഭാഗം കൊണ്ടൊന്ന് കണ്ടു നോക്കൂ. ഞാനുണ്ടെന്ന് പറഞ്ഞാലോ, നിങ്ങളെന്തായാലും ഈ കോമ്പൗണ്ടി കയറാൻ നിങ്ങൾ വരെയും വേണ്ട. അങ്ങനെ ആരെങ്കിലും ഒന്ന് കുടിക്കുന്നത് ബന്ധുക്കൾ ആരും ഇല്ലേ? എല്ലാവരെയും ജുമൈലാനെ ഇല്ലാതാക്കി എനിക്ക് തള്ള എന്നെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ചാൽ, നിങ്ങളെ എപ്പോഴും ഞാൻ ഇത് മോട്ടിച്ച് മാല മോട്ടിച്ച് അല്ല കമ്മൽ മോട്ടിച്ച്, നിങ്ങളെ എപ്പോഴും ഞാൻ 1000 രൂപ മോട്ടിച്ച്, ഞാൻ തന്നതിനൊന്നും കണക്കില്ല. ഞാൻ തിന്നിട്ട് തിന്നെന്നല്ലേ പറയണത്. ഞാൻ ചെന്ന സമയത്ത് കൊഞ്ച് ചുള്ളും പോലെയാണ് ഇരുന്നത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് പയർ കണക്കായി, പിന്നെ മക്കളെ ഉപദ്രവമായി. എന്നിട്ട് കാറെടുത്ത് ഇവരെ ഈ ശല്യം കാരണം എന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. എന്നിട്ട് ഞാൻ വിചാരിച്ചൊക്കെ മാറ്റണം. ആ സരിതയുടെ കാര്യം വന്നപ്പോഴും ഞാൻ പല പ്രശ്നങ്ങളിലും മാറ്റി കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു, അള്ളാഹു ഒരാൾക്ക് എപ്പോഴാണ് ഹിദായത്ത് കൊടുത്തത്. ഇതിനൊന്നും ഹിദായത്തല്ല, മദ്യം മാത്രം തിന്നില്ലെങ്കിലും, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് വയ്യ, അവൾക്ക് അനീമിയാണ്, അവൾക്ക് BP കുറവാണ്, ഇതേപോലെ അവളുടെ ഹെൽത്ത് ഓക്കെ അല്ല, എൻ്റെ കൊച്ചു വൈകി കിടക്കണം എന്നൊക്കെ ഒരു വിചാരം അവൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നീ അല്ല കൊച്ചിൻ്റെ തന്ത, എനിക്ക് യാതൊരു അവകാശങ്ങൾ പറയാനുമില്ല. ഞാൻ ഇന്നീ കഷ്ടപ്പെടുന്ന വേദന, എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ 3 കുട്ടികളുടെ കാര്യം, വയറ്റിലെ കുട്ടിയുടെ കാര്യം എല്ലാവരും ദുആ റിസൾട്ടിൽ ഒരു കുഴപ്പം. ഈ ഡബിൾ മാർക്കറിൻ്റെ ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഒരു കടമ്പ കഴിഞ്ഞു. പിന്നെ എൻ്റെ അനീമിയ, എൻ്റെ ഇതിൻ്റെ ടെസ്റ്റ് 5-ാം മാസത്തിൽ സ്കാനിങ്ങിലൊന്നും കുഴപ്പം വരില്ല. ഇതിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ എനിക്ക് മറ്റേ ബ്ലഡിൻ്റെതേ ഒരുപാട് മക്കളെ നേരെയാക്കാൻ നോക്കി, ഒരുപാട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കമൻറ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നല്ലോണം ജീവിതത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യം പള്ളിയിലൊക്കെ പറഞ്ഞിട്ട് നല്ലതാക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വന്നപ്പം അങ്ങോട്ട് പോയാൽ വാറ്, ഇങ്ങോട്ട് പോയാൽ വാറ്, എവിടെ പോയാൽ ബിവറേജ്. ഞാൻ ഗൂഗിൾ പേ ചെക്ക് ചെയ്യാറില്ല, എൻ്റെ അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് അങ്ങ് പോകും. അവസാനം ഞാൻ നോക്കപ്പെടല്ലേ ഡൈൻ ബാർ, ഡബിളൂൺ, അത് രണ്ടുമാണ് ഇവിടുത്തെ കല്ലമ്പലത്തിലെ ഹൈലൈറ്റ് ബാർ, പിന്നെ ചാത്തമ്പറ ബിവറേജ്, പിന്നെ ചുണ്ടിൻ്റെ അടിയിൽ വെക്കണമെന്നാ ഒരു ദിവസം തന്നെ 500 രൂപ വേണം. നമുക്ക് 500 ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ മക്കളും എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകും, ജീവിക്കാൻ വേണ്ടി പലതും. എന്നിട്ട് ഞാൻ പലതവണയും പലരും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അല്ല ഇക്കാം. പക്ഷെ ഇതൊക്കെ അഭിനയം വരുന്നത്, ജീവിതമേ ഒരു അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നു. അഭിനയിച്ച് നിന്ന് എല്ലാം ഇതാക്കി, മീനിന് മീൻ, ഇറച്ചിക്ക് ഇറച്ചി, ചിക്കൻ മേടിക്കുന്നതിൻ്റെ ബീഫും മേടിക്കും. അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, എൻ്റെ ഉമ്മയും കൂട്ടൂലല്ലോ. ഉടുപ്പിന് ഉടുപ്പ്, ഇഷ്ടപ്പെടുന്ന ഉടുപ്പ്. ഇതിനൊക്കെ എന്താ പറയുക, ഇവള് ഇത്രത്തോളം അബദ്ധം പറ്റിയൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ് ഈ വേറൊരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഉടനെ ഇപ്പം ഞാനിതായിട്ട് പറയല്ല, ഇപ്പം നമ്മൾ ഒരുപാട് നമുക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു വേറൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് ശരിക്ക് പോവോ എന്നുള്ളത് ചിന്തിക്കണമായിരുന്നു. ഇപ്പം ഈ ഒരു 4ാമതൊരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നതും പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ആ കുട്ടി ഭൂമിയിലേക്ക് വരുന്നത്. അതും വാപ്പ ജീവിച്ചിരിക്കെ തന്നെ വാപ്പയില്ലാതെ വളരേണ്ട അവസ്ഥയാണ്. ആ 3 മക്കളും അങ്ങനെയാണ് വളർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഈ പെണ്ണിന് വരണമായിരുന്നു. എന്നിട്ടും ആ 3 മക്കളും അതേപോലെ വളരേണ്ട ആ ഒരു ഇത് ഇവളുടെ കൺമുമ്പിൽ വാപ്പയില്ലാതെ വളരുന്നത് ഇവളുടെ കൺമുമ്പിൽ കണ്ടിട്ടും പിന്നെ 4ാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കൊടുത്ത ആ ഒരു ഇവളുടെ ഒരു ഗഡ്സ് ഉണ്ടല്ലോ. ഇപ്പം എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, ഗർഭധാരണം തടയാൻ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇവൾക്ക് നോക്കിയിട്ട് ഇവൻ ശരിക്ക് പോവോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം ഇവൾക്ക് ഇങ്ങനെ ഒരു ഇത് ചെയ്താൽ പോരെ. ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ആലോചിച്ചാൽ പോരെ. കല്യാണം കഴിഞ്ഞ് 1 മാസം 1.5 മാസം ആകുമ്പോഴേക്കും പുള്ളിക്കാരി പ്രഗ്നൻ്റ്. ശരിയാണ്, മക്കളിനെ പടച്ചോൻ കൊടുക്കുന്നതാണ്, ഒക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. ഞാനും 2 മക്കളുടെ ഉമ്മയാണ്. പക്ഷേ നമ്മളൊരു വ്യക്തി അത് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുക. അല്ലാതെ നമ്മൾ അവൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാം. പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും 4ാമതൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കാണിച്ച ആ ഒരു നെജിലാൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് നമിക്കേണ്ടത്. ഇത്രത്തോളം പുള്ളിക്കാരിക്ക് അറിഞ്ഞിട്ടും വീണ്ടും ആ പടുകുഴിയിൽ തന്നെ പോയി ചാടിയ ആ ഒരു ഇതുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇവളിങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇനിയിപ്പോൾ അതിന് നമ്മൾ എന്ത് പറഞ്ഞിട്ടോ നമ്മൾ എന്ത് കാണിച്ചിട്ടോ ഒരു കാര്യമില്ല. ബീൻ പറഞ്ഞതുപോലെ തന്നെ ബീൻ എന്താ പറയുക, മെഗാ സീരിയൽ പോലെ ഇവളുടെ പുറകേ ഉണ്ട്. അതിനൊരു അവസാനം കിട്ടുന്നത് വരെ ബീൻ ഇതൊന്ന് അവസാനിപ്പിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ. ഇനിയെങ്കിലും നെജിലാനോട് എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും അവനെ സ്വീകരിക്കാതിരുന്ന നിനക്ക് നല്ലത്. ആ കുഞ്ഞിന് എന്താ പറയുക, ആ കുഞ്ഞ് സത്യത്തിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ഭയങ്കര മഹാമോശം. ആ 3 മക്കളും ഇങ്ങനൊരു അവസ്ഥ, ആ 4ാമത് വരുന്ന
കിട്ടുന്ന ആ ഒരു കുഞ്ഞും ഇങ്ങനത്തെ ഒരു ഇത് വല്ലാത്തൊരു ദുർവിധി തന്നെയാണ് ആ കുഞ്ഞിന്. ആ കുഞ്ഞ് എന്തെല്ലാം തെറികളും എന്തെല്ലാം കേട്ടിട്ടാണ് ആ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുന്നത്. അതിൻ്റെ അവസ്ഥയാണ് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം. എന്തായാലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഇതെന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.